രണ്ട് ബിന്ദുക്കൾ യോജിപ്പിക്കുന്ന വരയുടെ മധ്യബിന്ദുവിന്റെ സൂചക സംഖ്യകൾ കണ്ടെത്തുന്നത് എങ്ങനെയെന്ന് കണ്ടല്ലോ. ഇനി ഒരു വരയെ നിശ്ചിത അംശബന്ധത്തിൽ ഭാഗിക്കുന്ന ബിന്ദുവിന്റെ സൂചക സംഖ്യകൾ കാണുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഉദാഹരണമായി 2, 4, 8, 7 എന്നീ ബിന്ദുക്കൾ യോജിപ്പിക്കുന്ന വരയെ 1:2 എന്ന അംശബന്ധത്തിൽ ഭാഗിക്കുന്ന ബിന്ദുവിന്റെ സൂചക സംഖ്യകൾ കണ്ടുപിടിക്കാം. 2, 4 നിന്ന് നമുക്കാവശ്യമായ ബിന്ദുവിലേക്ക് എത്തുമ്പോൾ എക്സ് സൂചക സംഖ്യയിലുണ്ടാകുന്ന മാറ്റം എ എന്നും വൈ സൂചക സംഖ്യയിലുണ്ടാകുന്ന മാറ്റം ബി എന്നും കരുതാം. 2, 4 നിന്ന് 8, 7 എക്സ് സൂചക സംഖ്യയിലുണ്ടാകുന്ന മാറ്റം 6ഉം വൈ സൂചക സംഖ്യയിലുണ്ടാകുന്ന മാറ്റം 3ഉം ആണല്ലോ. വലിയ മട്ടത്രികോണത്തിന്റെ കർണത്തിന്റെ 1/3 ഭാഗമാണ് ചെറിയ മട്ടത്രികോണത്തിന്റെ കർണം. അതിനാൽ ചെറിയ മട്ടത്രികോണത്തിന്റെ ലംബവശങ്ങളും വലുതിന്റെ 1/3 ഭാഗമായിരിക്കുമല്ലോ. അപ്പോൾ എ 2ഉം ബി 1ഉം ആയിരിക്കുമല്ലോ. അതിനാൽ ഈ വരയെ 1:2 എന്ന അംശബന്ധത്തിൽ ഭാഗിക്കുന്ന ബിന്ദുവിന്റെ സൂചക സംഖ്യകൾ 4, 5 ആയിരിക്കുമല്ലോ. 2, 4, 8, 7 എന്നീ ബിന്ദുക്കൾക്ക് എ ബി എന്നും കണ്ടുപിടിക്കേണ്ട ബിന്ദുവിന് പി എന്നും പേര് നൽകാം. എയിൽ നിന്ന് ബിയിലേക്ക് എത്തുമ്പോൾ എക്സ് സൂചക സംഖ്യ 6 കൂടുന്നു, വൈ സൂചക സംഖ്യ 3 കൂടുന്നു. എ പി ടു പി ബി 1:2 ആയതിനാൽ എ ബിയുടെ 1/3 ഭാഗമാണ് എ പി. അതിനാൽ എയിൽ നിന്ന് പിയിലേക്ക് എത്തുമ്പോൾ ഉണ്ടാകുന്ന മാറ്റം ഇവയുടെ 1/3 ഭാഗമാണ്. അതായത് എക്സ് സൂചക സംഖ്യ 2ഉം വൈ സൂചക സംഖ്യ 1ഉം കൂടും. അതിനാൽ പിയുടെ സൂചക സംഖ്യകൾ 2 + 2 അഥവാ 4, 4 + 1 അഥവാ 5 ആണെന്ന് കാണാമല്ലോ. 1, 6, 9, 2 എന്നീ ബിന്ദുക്കൾ യോജിപ്പിക്കുന്ന വരയെ 3:5 എന്ന അംശബന്ധത്തിൽ ഭാഗിക്കുന്ന ബിന്ദുവിന്റെ സൂചക സംഖ്യകൾ എന്തായിരിക്കും? 1, 6ന് എ എന്നും 9, 2ന് ബി എന്നും ഭാഗിക്കുന്ന ബിന്ദുവിന് പി എന്നും പേര് നൽകാം. എയിൽ നിന്ന് ബിയിലേക്ക് എത്തുമ്പോൾ എക്സ് സൂചക സംഖ്യ 8 കൂടുന്നു, വൈ സൂചക സംഖ്യ 4 കുറയുന്നു. എ പി ടു പി ബി 3:5 ആയതിനാൽ എ ബി എന്ന നീളത്തിൻ്റെ 3/8 ഭാഗമാണ് എ പി. അതിനാൽ എയിൽ നിന്ന് പിയിലേക്ക് എത്തുമ്പോൾ എക്സ് സൂചക സംഖ്യ 8ൻ്റെ 3/8 ഭാഗമായ 3 കൂടുന്നു, വൈ സൂചക സംഖ്യ 4ൻ്റെ 3/8 ഭാഗമായ 1/2 കുറയുന്നു. അതിനാൽ പിയുടെ സൂചക സംഖ്യകൾ 4, 4, 1/2 ആണെന്ന് കാണാമല്ലോ.